വർഷം 4 കഴിഞ്ഞിട്ടും കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായില്ല. മേൽപ്പാലം വന്നാൽ ഗതാഗതം സുഗമമാകുമെന്ന് പ്രതീക്ഷിച്ച ഇരവിപുരം നിവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള നിർമ്മാണം പൂർത്തിയായെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. നിർമ്മാണം ആരംഭിച്ച ഇരവിപുരത്തെ റെയിൽവേ മേൽപ്പാലമാണ് ഇന്നും നിർമ്മാണം പൂർത്തിയാകാത്തത്. പള്ളിമുക്ക് ഇരവിപുരം റോഡിലെ ഗതാഗതം മുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. മയ്യനാട് ഇരവിപുരം ഭാഗങ്ങളിലെ യാത്രക്കാർക്ക് തിരക്കേറിയ റെയിൽവേ ക്രോസുകളിൽ കുടുങ്ങാതെ സമയലാഭത്തിനു വേണ്ടിയാണ് 2016 ബജറ്റിൽ ഇരവിപുരം റെയിൽവേ മേൽപ്പാല പദ്ധതി പ്രഖ്യാപിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് 37 കോടി ചിലവ് വരുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പണി നടക്കാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും വയ്യ. വെളുപ്പം നടന്നിട്ട് വർഷം കുറച്ചായിട്ടുണ്ട്. അവർ ഇട്ടുകഴിച്ചുമാണ് പണി നടക്കുന്നത്. വേറൊന്നുമില്ല. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകണം. ഒരു ഗേറ്റടവുണ്ട്. ഒരു വണ്ടി പോകുന്ന ഒരു ട്രെയിൻ പോകുമ്പോൾ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അടച്ചിടുന്നത്. യാത്രക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വർഷം 5 വർഷത്തിനുള്ളിൽ പണി ഇരുവെന്നും പറഞ്ഞപ്പോൾ 6-7 വർഷമായി. അതായത് പകുതി പോലെ ഇനിയും എനിക്ക് തോന്നുന്നൊരു 8 വർഷം എടുക്കുമെന്ന് തോന്നുന്നു പണിയിൽ. ആട്ടോ വരണതും പോകുന്നതും എല്ലാം ബുദ്ധിമുട്ട് തന്നെ. ആട്ടോക്കാരാണെങ്കിൽ കഷ്ടം കഞ്ഞി കുടിക്കാതെ കുത്തിയിരിക്കും. ആൾ കിട്ടണ്ടേ അവർക്ക് ഇവിടുന്ന് യാത്രക്കാരെ. എല്ലാവരും വലിയ വിഷമത്തില്ല. യാത്രക്കാരും അതെ, ആട്ടോക്കാരും അതെ, എല്ലാം എന്താ പോണേ. ഇവരെല്ലാം ഇവിടെ കടക്കാരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? ഉദ്യോഗസ്ഥന്മാർ നിയമിക്കുന്നതല്ലേ നടക്കത്തുള്ളൂ. ആൾക്കാർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റിയൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. റെയിൽവേയുടെ ജോലികൾ പൂർത്തിയായതിനു ശേഷം പള്ളിമുക്ക് റോഡിലേക്കും ഇരവിപുരം റോഡിലേക്കുമുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് അവശേഷിക്കുന്നത്. കുറച്ചു തൊഴിലാളികളെ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പാലം പണി നീട്ടിക്കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശമെന്നതാണ് ഉയരുന്ന ആക്ഷേപം. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് റെയിൽവേ മേൽപ്പാലം പണിഞ്ഞില്ല, അവിടെ പൂർത്തിയായില്ല, അവിടെ വാർത്തില്ലെന്നാണ്. ഏകദേശം തീർന്നു പറയാം. റെയിൽവേ മേൽപ്പാലം പൂർത്തിയായി. ബാക്കിയുള്ള ഭാഗത്താണ് വാർക്കുന്നത്. പക്ഷെ അത് സ്ലോയിലാണ് പോകുന്നത്. ഈ ഇത്രയും വലിയൊരു പണി എത്ര പേരെ കൊണ്ടാവും ചോദിക്കുന്നത്? ശരിക്കും അടിയന്തരമായിട്ട് വർക്ക് ചെയ്താൽ തീരുന്ന പണിയേ ഉള്ളൂ. തീരുന്നില്ല എന്നുള്ളതാണ്. 8 മാസം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ശരിക്കും ഒരു 2-3 മാസം കൊണ്ട് തീരേണ്ട പണിയാണ് ഇതൊക്കെ. അതുകൊണ്ട് മനഃപൂർവ്വം ജനങ്ങളെ വലയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതിനകത്ത് എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കാര്യം 4 വർഷമായി ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങിയിട്ട്. സാധാരണക്കാരനെല്ലാം വളരെ പ്രതിഷേധത്തിലാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ. കേവലം 200 മീറ്റർ കടക്കാൻ 3 കിലോമീറ്റർ ചുറ്റിയാണ് പാളത്തിന് ഇരുവശത്തുമുള്ളവർ സഞ്ചരിക്കുന്നത്. മാസങ്ങളോളം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. എത്രയും വേഗം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരുടെ ദുരിതമകറ്റണമെന്നതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അപേക്ഷ. ജനം, കൊല്ലം.